വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കടകൾ അടച്ചിട്ടുള്ള വ്യാപാരികളുടെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിലാണ് സമരം. സൂചനാ പണിമുടക്ക് കൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. നാളെ വൈകിട്ട് 5 മണി വരെ നീളുന്ന 48 മണിക്കൂർ സമരമാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക, ക്ഷേമനിധി ഉറപ്പുവരുത്തുക, വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, KTPTS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികളുടെ സമരം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. സൂചനാ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 14,000-ഓളം റേഷൻ കടകളും അടഞ്ഞുകിടക്കുകയാണ്. 2 ദിവസത്തെ സമരം കൊണ്ട് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.